ഹലോ, അസ്സാം വലൈക്കും. ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തആല തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളൊക്കെ എന്തിനൊക്കെയാണ് നന്ദി പറഞ്ഞിട്ടുള്ളത്? നിങ്ങളെല്ലാം അള്ളാഹുവിനോട് നന്ദി പറയാറുണ്ടോ? നിങ്ങൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് അറിയുമോ? എന്താണ് അനുഗ്രഹങ്ങൾ? നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ വെള്ളം കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, എല്ലാത്തിനും അതൊക്കെ അള്ളാഹുവിൻ്റെ നന്ദിയാണ്. അതിനൊക്കെ നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയാറുണ്ടോ? വിശുദ്ധ ഖുർആൻ ഒന്നിച്ച് പരാമർശിച്ച 3 അനുഗ്രഹങ്ങളാണ് കേൾവിയും കാഴ്ചയും ചിന്താശക്തിയും. ഇതൊക്കെ നമുക്ക് തന്നതിന് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഒരു ദാസൻ്റെയും കാൽപാദങ്ങൾ അന്ത്യനാളിൽ നീങ്ങിപ്പോകുകയില്ല. 5 കാര്യങ്ങളെക്കുറിച്ചിട്ട് അവനോട് ചോദിക്കപ്പെടുമെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ആയുസ്സിനെക്കുറിച്ചും അത് എന്തിൽ നശിപ്പിച്ചു എന്ന് ചോദിക്കും. യൗവനത്തെക്കുറിച്ച് ചോദിക്കും, അത് എന്തിന് നീ ക്ഷയിപ്പിച്ചു എന്ന്. സമ്പത്തിനെക്കുറിച്ച് ചോദിക്കും, അത് എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന്. അത് എന്തിന് ചിലവഴിച്ചു എന്ന് ചോദിക്കും. തൻ്റെ അറിവിനെക്കുറിച്ച് ചോദിക്കും, അതുകൊണ്ട് എന്ത് കർമ്മം ചെയ്തു നീ എന്ന് ചോദിക്കും. വിശുദ്ധ ഖുർആനിൽ ഒന്നിച്ച് പരാമർശിച്ച അനുഗ്രഹങ്ങളായ കേൾവിയും കാഴ്ചശക്തിയും ചിന്താശക്തിയുമൊക്കെ അതിൽപ്പെട്ടതാണ്. നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾ യാതൊന്നും അറിഞ്ഞിട്ടല്ല വരുന്നത്. അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾക്ക് അവൻ കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി മാത്രം. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പം നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുക. നന്ദി പറയുമ്പോൾ നമുക്ക് അള്ളാഹു അതിൽ നിന്നും ഒക്കെ തെറ്റുകളിൽ നിന്നും പിന്മാറാനും നല്ലത് മാത്രം ചെയ്യാനും അള്ളാഹു നമ്മളെ പ്രേരിപ്പിക്കും. നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുക. നന്ദി പറയുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മളെ എല്ലാവരെയും തെറ്റുകളിൽ നിന്നും എല്ലാം കാത്തു രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.